PSC കോഴ വിവാദത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്നാരോപിച്ചാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ നടപടിയെടുത്തത്. അച്ചടക്ക ലംഘനം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങളോട് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും അറിയുന്നു. അതേസമയം തനിക്കെതിരായ കോഴ ആരോപണം തെളിയിക്കാൻ പ്രമോദ് കോട്ടൂളി CPMനെ വെല്ലുവിളിച്ചു. കോഴ ആരോപണം ഉന്നയിച്ച ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ പ്രമോദ് കോട്ടൂളി സമരം നടത്തി. പിന്നീട് അമ്മയ്ക്കും മകനും ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം സമരം അവസാനിപ്പിച്ച് പ്രമോദിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങി. പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ നിന്ന് അഭിജിത്ത് മുഴക്കും നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, എന്തായാലും ഈ പ്രതിഷേധമായി വന്ന പ്രമോദ് മടങ്ങിയല്ലോ, ഇപ്പോഴെന്താ അവസ്ഥ അവിടെ? SK, നിലവിൽ ഈ പ്രമോദ് കോട്ടൂളി തന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരന്റെ വീട്ടിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധം അത് താൽക്കാലികമായി താൻ നിർത്തുകയാണ്. അമ്മയ്ക്കും മകനും ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതിനാൽ തന്നെ തൽക്കാലം താൻ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷേ താൻ സാധ്യമായ എല്ലാ നിയമ നടപടികളും എല്ലാ വഴികളും താൻ നോക്കും, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി നടത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ളൊരു തീരുമാനം അല്പസമയം മുൻപാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അപ്പോഴും പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടിയത്. ഏത് ഘട്ടത്തിലാണ്, എന്ത് കാരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം P. മോഹനൻ മാസ്റ്ററോ ഒപ്പം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലോ വ്യക്തമാക്കുന്നില്ല. അതിനാൽ തന്നെ പ്രമോദ് കോട്ടൂളി ചോദിക്കുകയാണ്, പ്രതികരണമായി നൽകുകയാണ്. തനിക്ക് അവകാശമുണ്ട്, താൻ ഈ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത ഒരാളാണ്. ഏത് കാരണത്താലാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. അതിനായി താൻ എല്ലാ രീതിയിലുള്ള പോരാട്ടം നടത്തും. കൂടാതെ പാർട്ടി ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പ്രമോദ് കോട്ടൂളി ഈ അവസരത്തിൽ, ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ പരാതിക്കാരൻ്റെ വീട്ടിന് മുന്നിലുള്ള പ്രമോദ് കോട്ടൂളിയുടെ പ്രതിഷേധം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഈ നടപടി വന്നതിന് ശേഷം പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം വ്യക്തമാക്കിയതും ഇക്കാര്യമാണ്. തനിക്ക് നേരെ ആരോപണം ഉന്നയിച്ചത് ഒരു വനിതാ ഹോമിയോ ഡോക്ടറാണ്. ഈ വനിതാ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവിൻ്റെ പരാതിയുടെ പുറത്താണ് ഈ ഒരു അന്വേഷണം നടന്നത് എന്നുള്ളതാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആ വിവരമാണ് തനിക്കുമുള്ളത്. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ എന്താണ് തനിക്കുള്ള പങ്ക് എന്ന് ഈ പരാതിക്കാരൻ വ്യക്തമാക്കണമെന്നുള്ള കാര്യമാണ് പ്രമോദ് കോട്ടൂളി ആവശ്യപ്പെടുന്നത്. ഈ പരാതിക്കാരനെ തനിക്ക് നേരത്തെ അറിയാം, തൻ്റെ ബന്ധുവിൻ്റെ പരിചയത്തിലുള്ള ആളാണ് ഈ പരാതിക്കാരൻ. പക്ഷേ ഈ പരാതിക്കാരനുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും താൻ നടത്തിയിട്ടില്ല എന്നാണ് പ്രമോദ് കോട്ടൂളി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. തനിക്ക് അയാളുമായി ബന്ധമുണ്ടെങ്കിൽ കൂടി ഈ കോഴ ആരോപണം എങ്ങനെയാണ് വന്നത് എന്നും അതിൽ ഏത് രീതിയിലാണ് താൻ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത് എന്നും തനിക്കറിയില്ല. അതിനാലാണ് ഒരു പ്ലക്കാർഡ്, ഒരു നോട്ടീസ്, ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പരാതിക്കാരൻ്റെ വീടിന് മുന്നിലേക്ക് അമ്മയെയും മകനെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രമോദ് കോട്ടൂളി തയ്യാറായത്. ഏതായാലും നിയമ നടപടികളിലേക്ക്, അതായത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് നിരപരാധിത്വം തെളിയിക്കേണ്ടത് തൻ്റെ അമ്മയ്ക്കും മകനും മുന്നിലാണ്. താനൊരു സഖാവാണ്, പക്ഷേ അതിനു മുൻപ് താനൊരു മകനാണ്, അതിനൊപ്പം തന്നെ താനൊരു അച്ഛനാണ്. അതിനാൽ തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനാൽ സാധ്യമായ എല്ലാ വഴിയിലും താൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നുണ്ട്. SK. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. തോമസ് കണ്ണാറ്റ് പറയുന്നു, നേരത്തെ യാമേഴഞ്ചാൻ റോഡ് തോട്ടിലെ മാലിന്യ കൂമ്പാരം കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, മലയാളികൾ ഇത്ര ശുചിത്വബോധമില്ലാത്ത ആളുകളാണോ പൊതുസ്ഥലത്ത് ഇത്രയധികം മാലിന്യങ്ങൾ വലിച്ചെറിയാൻ എന്ന് ചോദിക്കുന്നു. ചാനലിലൂടെ ഒരു ബോധവൽക്കരണം നടത്തണം. ശരിക്കും ബോധവൽക്കരണത്തിൻ്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുണ്ടാകും. അതിനേക്കാളും കാര്യം എന്താണെന്നറിയോ, നമ്മൾ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങൾ റോഡിലും നാട്ടിലും ഇറങ്ങി ചെയ്യും. വീട്ടിലൊക്കെ നമ്മൾ അടിമുടി വൃത്തിക്കാരാതെ 3 നേരം കുളിക്കും, നമ്മൾ സംഭവം എല്ലാം ചെയ്യും. അതേസമയം പുറത്തിറങ്ങിയാൽ നമ്മൾ എന്ത് വൃത്തികേടും കാണിക്കും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ യാമേഴഞ്ചാൻ തോട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മാലിന്യ കൂമ്പാരത്തിൻ്റെ സ്ഥലമായി മാറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.